അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പിറുസത്തു ചങ്ങായിമാർ ഇൻ്റെ നാദികളൊട്ടിಗೆ ചൊല്ല വിഷയ സാധാരണമായിട്ട് ഞങ്ങളെ കമൻറ്റ് ബോക്സിലും അല്ലാണ്ടും ചൊല്ല എനിക്കത്തെ ഒരു ബേജാറായിട്ടിക്കട് ഷെയ്ത്താൻ്റെ ഉപദ്രവത്തെ വിഷയത്തിൽ ഒരാൾക്ക് ഷെയ്ത്താൻ്റെ ഉപദ്ര ഇന്നേനെ കണ്ടെങ്കിൽ ഗൊന്താവിടെ കണിക്കത്തെ 15 ലക്ഷണവും അതുക്കുള്ള കണിക്കത്തെ 7 പരിഹാര മാർഗമായിട്ടിക്കടെ ഇണ്ടത്തെ ഈ ക്ലാസ്സിൽ നാദികളൊട്ടിಗೆ ചൊല്ലത് അൽഹംദുലില്ലാ. ഞങ്ങളെ ക്ലാസ്സിലെ പിറുസ് വെക്കിടങ്ങ ഇത്ര ആൾമാർക്ക് ഇത്ര ഗ്രൂപ്പുകളെല്ലാം ഇത് ഷെയർ ആക്കിടങ്ങ ചുമ വിഷയം ചൊന്നിട്ട് ദ്വാർക്കൊണ്ടുകൊണ്ട് വസീയത്താക്കിങ്ങ അർഹമുർ റാഹിമീനായ റബ്ബ് അങ്ങനെയും നങ്ങലെയും എല്ലാ ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കി തരട്ടെ. എല്ലാ ബേജാറും തീർത്തിട്ട് ഹൈറായ സന്തോഷമുള്ള ജീവിതം പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെയും നങ്ങലെയും ജീവിതത്തിൽ പടച്ചുകൊണ്ട് ഹൈറും ബറക്കത്തും നിഅമത്തും ചൊരിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിറുസത്തു ചങ്ങായിമാർ ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പൈശാചികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള പല രൂപത്തുള്ള ഉപദ്രവങ്ങളായിട്ടിക്കട് ഉണ്ടാവുക സാധ്യത ഉള്ളത്. അതിൽ വലിയൊരു ബേജാറായിട്ടിക്കട് ഈ ശൈത്താനിയത്തിലെ പൈശാചികമായിട്ടുള്ള ഉപദ്രവമുള്ളത്. ശൈത്താൻ അങ്ങനെ വലിയ ശത്രുവായിട്ടിക്കട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലും, ഇന്ന ശൈത്വാന യജ്രി മജ്റദം. ഒരു മനുഷ്യരുടെ ശരീരത്തിൽ ചോര പോണ്ടി ജാഗലെല്ലാം ശൈത്താൻ പോവുണ്ടായിട്ടിക്കട് സഞ്ചരിക്കുണ്ടായിട്ടിക്കട് ഹബീബായ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലും. അങ്ങനെ പല ആൾമാരും ഈ ശൈത്താൻ്റെ ഉപദ്രവത്തെ സംബന്ധിച്ച് വലിയ ദുഃഖത്തിലും വലിയ ബേജാറും കഷ്ടവും അനുഭവിക്കുന്ന ആൾമാരുള്ള പഠിച്ചവും സലാമത്തിലാക്കുമാറാകട്ടെ. അപ്പോൾ ഒരാൾക്ക് ശൈത്താൻ്റെ ഉപദ്രവം ഇന്നേന് കണ്ടെങ്കിൽ ഗുന്താവിടെ ഗണിക്കത്തെ 15 ലക്ഷണങ്ങ മഹാന്മാർ അങ്ങനെ കിതാബിൽ നിങ്ങൾക്ക് പഠിപ്പാടി തന്നാൽ ഈ ഒരു വിഷയം ചൊല്ലിക്ക് മുന്നല്ലോ നിങ്ങൾക്ക് എല്ലാവരും ഗൊത്തുള്ളതായിട്ട് എല്ലാ മന്തും നിങ്ങളെ ഉംറ പാക്കേജുള്ള നെക്സ്റ്റ് ഇൻഷാ അല്ലാഹ് ജനുവരി 25 ഫെബ്രുവരി 2 താരീഖുമായിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആരെങ്കിലും നിങ്ങളൊട്ടിಗೆ ബണ്ടാണെങ്കിലെ മക്ക മദീനത്തുള്ള എനിക്കത്തെ എല്ലാ ജായും കണ്ടിട്ട് പോയാലും പിന്നെ എക്സ്ട്രാ ഒരു പൈസ എടുക്കുക യാതൊരു അങ്ങനത്തെ ഒരു വിഷയമില്ലാണ്ട് നിങ്ങൾക്ക് റാഹത്താവിടെ രൂപത്തിലായിട്ട് നിങ്ങൾ യാത്ര ചൊല്ലത് പഠിച്ച റബ്ബ് തൗഫീഖ് തരട്ടെ. നിങ്ങൾ ആരെങ്കിലും ബണ്ടെങ്കിൽ തന്നെ ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ആവണം. ഏതായിട്ടും ഒരാൾക്ക് ശൈത്താൻ്റെ ഉപദ്രവം ഇന്നേനെങ്കിൽ ഗുന്താവിടെ എനിക്കത്തെ 15 ലക്ഷണത്തിൽ ഒന്നാമത്തത് വറക്കായിട്ടിക്കടെ ഇപ്പോൾ നോക്കി ഇങ്ങ് വറങ്ങോട്ടായിട്ടിക്കടെ ഇങ്ങനെ ഇക്കിടത് അവനക്കൊരു എസർത്തിൽ ഇക്കണമെന്ന് ചൊല്ലി എനിക്കത്തെ ഇൻട്രസ്റ്റ് ഇല്ല. എപ്പോഴും മസ്ത് പോലെ എപ്പോഴും വറക്ക് ഈ വിഷയമല്ലാണ്ട് വേറെ ഏതും അവനക്കില്ല. ഇത് ശൈത്താൻ്റെ ഉപദ്രവത്തെ ലക്ഷണമായിട്ട് അതല്ലെങ്കിൽ തീരെ വറക്കില്ലാത്ത എനിക്കത്തെ അവസ്ഥ. ജാവ് വറങ്ങിയതിന് കണ്ടെങ്കിലും എത്ര വറങ്ങണമെന്ന് ഇരിച്ചതിന് കണ്ടെങ്കിലും എന്തിനാക്കിയതിന് കണ്ടെങ്കിലും വറക്ക് പണ്ടില്ല, വറക്ക് പിടിക്കില്ല. ഇതും ശൈത്താൻ്റെ ഉപദ്രവത്തെ ലക്ഷണമായിട്ടിക്കടെ. ജന്നാമത്തത് തീരെ ക്ലീൻ ഇല്ലാത്ത എനിക്ക് എപ്പോഴും ഗലീജ് പോലെ സമ കുലിക്കല്, ടോയ്ലറ്റ് പോയെങ്കിൽ സമ ക്ലീൻ ആക്കല്, ഇങ്ങനെ എപ്പോൾ നോക്കിയാൽ അവിടെ ഡ്രസ്സായെങ്കിൽ നല്ല ക്ലീൻ ഇന്ന മനുഷ്യമേ. പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ തീരെ ക്ലീൻ ഇല്ലാത്ത കണിക്കത്തെ ഒരു ഗലീജ് പോലെ ഒരു നാരിയോണ്ടിക്കട കണിക്കത്തെ ഒരു അവസ്ഥ അവിടെ കാണുകയുണ്ടെങ്കിൽ അത് ശൈത്താൻ്റെ ഉപദ്രവമായിട്ടിക്കടെ. മൂന്നാമത്തേത് ചിമ്മലിക്ക എപ്പോഴും ഒരു വെളിച്ചത്തിരിക്കണം ചൊന്നിട്ടല്ല ചിമ്മലിക്കണം ചൊന്നിട്ടായിട്ടിക്കട അവൻ്റെ ആഗ്രഹം. അതല്ലെങ്കിൽ ഒരു പുറത്തു പോകണമെങ്കിൽ അങ്ങനെ ജാവായിൽ പിന്നമേ ആയിട്ടിക്കട അവന് പുറത്തു പോകണ്ടേ ഒരു ചിമ്മലേക്കണമെന്ന് ചൊല്ലി എനിക്കത്തെ ആ ഒരു അവസ്ഥയ്ക്ക് അവൻ ഇത്രാണ്ട് കണ്ടെങ്കിൽ അതും ശൈത്താൻ്റെ ഉപദ്രവമായിട്ടിക്കടെ. നാലാമത്തേത് പടന്നാ ചൊന്ന് തീരെ ക്ലീനില്ല. നാലാമത്തേത് ഓവറായിട്ടുള്ള ക്ലീൻ ആയിട്ടിക്കടെ. ഒരു ടോയ്ലറ്റ് പോയെങ്കിൽ അല്ലെങ്കിൽ കുലിക്കോ പോയെങ്കിൽ കണ്ടെങ്കിൽ അവന് പറഞ്ഞില്ല എത്ര കുളിച്ച അവന് മയ്യാവില്ല. 1 ഗಂಟೆ 2 ഗಂಟೆ പുറത്തിലാരെങ്കിലും കാത്താൻ കണ്ടെങ്കിൽ അവൻ്റെ അവസ്ഥമേ അങ്ങനത്തെ ഒരു അവസ്ഥയായിട്ടിക്കടെ. അവൻ്റെ കുലിയാവട്ടെ ഒരു ടോയ്ലറ്റ് പോയെങ്കിൽ ഓവറായിട്ടുള്ള എനിക്കത്തെ ഒരു ക്ലീൻ എത്ര മേല് തേച്ചതിന് കണ്ടെങ്കിലും ഉറുദിയന് കണ്ടെങ്കിലും അവനക്ക് മയ്യാവില്ല. ഇപ്പോൾ ഇതേ മധ്യത്തിൽ നിന്നൊക്കെ ഒരു വിഷയം ചൊല്ലിയത് ഞങ്ങളെ തടിയെല്ലാം ഞങ്ങൾ തേക്കുമ്പത്തോ കുലിക്കുമ്പത്തോ ഓവറായിട്ട് ഉറുദരെ ശക്തിയായിട്ട് ഇങ്ങനെ ഉറുദര അത് ഞങ്ങളെ സ്കിന്നുകളെല്ലാം വലിയ ഒരു എഫക്റ്റായിട്ട് ഉണ്ട്. അതുകൊണ്ട് ജാഗ്രതാക്കണമായ എനിക്കത്തെ ഒരു വിഷയം അത് പേരെങ്കിൽ നിങ്ങൾ ഡോക്ടർമാരിൽ കേട്ട് നോക്കാം. അപ്പോൾ ഏതായിട്ട് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓവറായിട്ടുള്ള ക്ലീൻ ആയിട്ടിക്കടെ അതും ശൈത്താൻ്റെ ഉപദ്രവമായിട്ടിക്കടെ. അഞ്ചാമത്തേത് അവൻ്റെ ഉഗുറു അതേപോലെ മുടി അവൻ എടുക്കല അത് ഇങ്ങനെ ഉദ്ദ വലിച്ചുകൊണ്ടു എത്ര ഉഗുറ് വന്നതിന് കണ്ടെങ്കിലും അതെടുക്കൽ അത് ബൽത്തിര അടിക്കത്തൊരു അവസ്ഥ. ഇതും ശൈത്താൻ്റെ ഒരു ഉപദ്രവമായിട്ടിക്കടെ. ആറാമത്തേത് ഒരു കാണുമില്ലാട്ട് ഉൾപ്പിട്ടുകൊണ്ടിക്കടെ ബേജാറായിട്ടിക്കടെ ഭയങ്കര ടെൻഷനായിട്ട് കാണുന്നില്ല എപ്പോഴും ഉൾപ്പായിട്ടിക്കടെ എപ്പോഴും ബേജാർ ശൈത്താൻ്റെ ഉപദ്രവമായിട്ടിക്കടെ. ഏഴാമത്തേത് ഒരു കാണുമില്ലാണ്ട് ഇങ്ങനെ ഗടഗടാണ്ട് ചിരിച്ചുകൊണ്ടിക്കടെ. അപ്പോൾ എന്താ മനുഷ്യൻ അത് കുന്തോടല്ലേ ഇങ്ങനെ വെറുതെ ചിരിക്കണ എനിക്കത്തൊരു അവസ്ഥ അതും ശൈത്താൻ്റെ ഉപദ്രവമായിട്ടിക്കടെ. എട്ടാമത്തേത് ഭയങ്കരമായിട്ടുള്ള ഒരു മറക്കിട്
ഇത്ര ചൊന്നേന് കണ്ടെങ്കിൽ എപ്പോഴും ആക്കടെ വിഷയമേ അല്ലെങ്കിൽ എപ്പോഴും കൊമ്പൻ്റെ വിഷയമേ അത് അപ്പത്ത് അവൻ മറന്നിട്ടായിട്ട് നക്ക് മറന്നിട്ട് പോവാണ്ട് എപ്പോൾ നല്ല ഓർമ്മയിന്ന് എണിക്കത്ത ആളായിട്ടിക്കടെ എപ്പോഴും എടുത്തവണ്ടെ എണിക്കത്തൊരു വസ്തുവായിട്ടിക്കടെ മറക്കട എണിക്കത്തൊരു അവസ്ഥ അയാൾ പൊയ്ത്തിനുണ്ടെങ്കിൽ ശൈത്താൻ്റെ ഉപദ്രവമായിട്ടിക്കടെ ഒലിമാമത്തത് ഭയങ്കരമായിട്ടുള്ള പേടി, മനസ്സുക പേടി, ഒരാളിൽ മുണ്ടുക പേടി, അല്ലെങ്കിൽ ഒരു ജാഗ പോകു പേടി, പേടി പേടി പേടിയായിട്ടിക്കടെ നക്ക് പേടിയാവിടുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു പേടിയുടെ ഒരു അവസ്ഥ അവനക്ക് എത്ര കണ്ടെങ്കിൽ ശൈത്താൻ്റെ ഉപദ്രവമായിട്ടിക്കടെ. പത്താമത്തത് ഡൗട്ടായിട്ടിക്കടെ എത്ര ആക്കിയാണ് കണ്ടെങ്കിലും അവനക്ക് സംശയം തീരുകയില്ല. മാപ്പിള പിന്നെ അത് വേറെ വിഷയമായിട്ടിക്കടെ. അതേ സമയത്തിൽ ഒരു ബായിലിട്ടേന് അതിൽ ബായിലെ ചിൽക്ക് ഇട്ടത്തേന് കണ്ടെങ്കിൽ പിന്നെ അവനക്ക് ഡൗട്ടോടെ നൈറ്റമാ ഇല്ലമാ പിന്നെയും അവനക്ക് ഡൗട്ട്, പിന്നെയും പോയിട്ട് ഇട്ടു, പിന്നെയും ഡൗട്ട്, അല്ലെ ഉദോടുത്തന്നെ സമായിടാ ഇല്ലേ, ഇങ്ങനെ ഡൗട്ട് തീരുകയില്ല, സംശയം തീരുകയില്ല. ഇത് ശൈത്താൻ്റെ ഉപദ്രവമായിട്ടിക്കടെ. അതേപോലെ പൂണൊന്നാമത്തത് അവന് സ്വതഹ സെൽഫുടെ അവൻ ദൂരിയോണ്ടിക്കടെ നാണ് സമയമില്ല, നാണങ്ങനെ നാണിങ്ങനെ, അതേപോലെ നാണ് അവർക്ക് മരിച്ചമയ്യാവാത്ത, നാണ് ആത്മഹത്യ ആക്കടെ, സുസൈഡ് ആക്കടെ, അല്ലെങ്കിൽ അതൊക്കെ മെയിനായിട്ട് പ്രയത്നാക്കടെ. ശൈത്താൻ്റെ ഉപദ്രവമായിട്ടിക്കടെ. 12ാമത്തത് തടിയിൽ അവിടെ നമ്പലായിട്ട് അവർക്ക് നെഞ്ഞ് നമ്പല, അവർക്ക് കൈ നമ്പല, അവർക്ക് കാൽ നമ്പല, ഈ ഡോക്ടർ കാട്ടിത്ത് എല്ലാ ടെസ്റ്റും ആക്കിയിട്ട് എന്തും ആക്കിയിട്ടും ഒരു തൊന്തര ശരീരത്തിൽ കാട്ടിക്കൊണ്ടില്ല. ശൈത്താൻ്റെ ഉപദ്രവമായിട്ടിക്കടെ. 13ാമത്തത് പല രൂപത്തിലുള്ള ശബ്ദങ്ങൾ കേട്ട പോലെ അവിടെ, സൗണ്ട് കേട്ട പോലെ അവിടെ, അല്ലെങ്കിൽ പല രൂപത്തിലുള്ള കോലങ്ങൾ ഇങ്ങനെ കണ്ട പോലെ ആഞ്ച പോലെ അവിടെ. അപ്പോൾ ഇങ്ങനത്തതെല്ലാം ഒരു ശബ്ദം കേൾക്കിട, അല്ലെങ്കിൽ ആരമ നടക്കിടതാ പോണ്ടതാ ഇങ്ങനെ കണ്ട പോലെ അവിടെ ശൈത്താൻ്റെ ഉപദ്രവമായിട്ടിക്കടെ. 14ാമത്തത് വറക്കിൽ ഇങ്ങനെ മുണ്ടിക്കൊണ്ടിക്കടെ, അല്ലെങ്കിൽ നടക്കിടെ, അല്ലെങ്കിൽ വറക്കിൽ ഇങ്ങനെ പുൽപുട്ടത് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിക്കടത്, ഇതും ശൈത്താൻ്റെ ഉപദ്രവമായിട്ടിക്കടെ. 15ാമത്തത് ഇങ്ങനെ ബൊബ്ബയിട്ടുകൊണ്ടിക്കടെ, എന്തോ പേടിക്കിട പോലത്തെ ഇങ്ങനെ ബൊബ്ബയിട്ടുകൊണ്ടും ഭയങ്കര മുണ്ടിക്കൊണ്ടും ഇങ്ങനെ ഒരു അട്ടഹാസാണ്ടല്ലോ നിങ്ങൾ ചൊല്ലല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഒരാൾ കണ്ടെങ്കിൽ ശൈത്താൻ്റെ ഉപദ്രവമായിട്ട് മഹാന്മാർ നിങ്ങൾക്ക് പടിപ്പാടി തന്നത് കാണാം. അപ്പോൾ ഇത് ചൊന്നത് ഇത് മാത്രമല്ല, ഇനിയും ലക്ഷണങ്ങൾ മഹാന്മാർ പ്രധാനമായിട്ടും ഈ ഒരു പൂണഞ്ച ലക്ഷം ഏതെങ്കിലും ഒന്ന് കണ്ടെങ്കിൽ ഇത് ശൈത്താൻ്റെ ഉപദ്രവ സാധ്യത കൊണ്ടുണ്ടായിരിക്കട്ടെ. മഹാന്മാർ നിങ്ങൾക്ക് അങ്ങനെ കിതാബിൽ പടിപ്പാടി തന്നെ എനിക്കത്തെ ഒരു വിഷയമായിട്ടിക്കട്ടെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ശൈത്താൻ്റെ ഉപദ്രവം ഇന്നേനെ കണ്ടെങ്കിൽ എന്തിനായിട്ടിക്കട്ടെ ഇതുക്കുള്ള പരിഹാരം ചൊല്ലത് പല പരിഹാരങ്ങൾ മഹാന്മാർ നിങ്ങൾക്ക് പടിപ്പാടി തന്നതായിരിക്കില്ല. പ്രധാനപ്പെട്ട ചിലത് ഞാൻ നിങ്ങൾ ചൊല്ലി. ഇനിയും നിങ്ങൾക്ക് പരിഹാരം വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പർ നിങ്ങൾക്ക് കോൺടാക്റ്റ് ആവാം. അപ്പോൾ ഏതായിട്ടും ഒന്നാമത്തത് ദുആ ആയിട്ടിക്കട്ടെ. നല്ലോണം ദ്വാർക്ക് നല്ല നല്ല ടൈമിലും നല്ലോണം റബ്ബുടയിൽ ആ ഒരു ഖേദിച്ചിട്ട് മനസ്സറിഞ്ഞിട്ട് ദ്വാമായിട്ടിക്കട്ടെ. അത് വലിയൊരു പരിഹാരമായിട്ടിക്കട്ടെ. രണ്ടാമത്തതും ചൊല്ലത് പരിശുദ്ധമായ ഖുർആനിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആയത്തായിട്ടിക്കട്ടെ ആയത്തുൽ കുർസിയും ചൊല്ലത്. ആ ഒരു ആയത്തുൽ കുർസി 1001 വട്ടം ഓതാം. അതിപ്പോൾ ശൈത്താൻ പിടിച്ചോണം അല്ലെങ്കിൽ ശൈത്താൻ്റെ ഈ ഉപദ്രവമുള്ള ഹാല് ചിലപ്പോൾ അവനക്കൊരു ആയത്തുൽ കുർസി ഓതുകും, ചിലപ്പോൾ മനസ്സ് പറയല്ല അവനെ കൊണ്ട് ചിലപ്പോൾ സാധ്യമാവണ്ടില്ല. അതേ സമയത്തിൽ വേറെ ഒരാൾ ഒരു 1001 വട്ടം ആയത്തുൽ കുർസി ഓതിട്ട് ഒരു തന്നി ഊത, അതേപോലെ അവൻ്റെ തടിക്ക് ഇങ്ങനെ ഊത, എന്നിട്ട് ആ തന്നി അവന് കുടിക്ക് കൊടുക്കുക, അതിൽ ആ തന്നിൽ മുഖ കൽകുക. മൂന്നാമത്തെ പരിഹാരം ചൊല്ലിയത് ഓരോ നാളിലും പോണൊന്നു യാസീൻ, ഓരോ യാസീൻ ഓതുമ്പോൾ ആ മുബീനെത്തുമ്പത്തുകോ അവൻ്റെ ശരീരത്ത് കൂത, അതേപോലെ യാസീൻ ഓതിയിൽ പിന്നെ തന്നി കൂത, ഇതേപോലെ ആ തന്നി കുടിക്കുമെല്ലാം കൊടുക്കുക. അങ്ങനെ ഓരോ ഓരോ നാളും പോണൊന്നു യാസീൻ പോലെ ഇങ്ങനെ ഓത. അതേപോലെ നാലാമത്തെ പരിഹാരം ചൊല്ലത് ഒരു 7 നാല് എല്ലോ ബട്ട കുൽ ഹുവല്ലാഹു അഹദ്, എല്ലോ ബട്ട കുൽ ഔദു ബിറബ്ബിൽ ഫലഖ്, എല്ലോ ബട്ട കുൽ ഔദു ബിറബ്ബിൻ നാസ്, ഈ സൂറത്ത് ഓതിട്ട് അവൻ്റെ ശരീരത്ത് കൂത. അതേപോലെ ഒരു തന്നി കൂതിട്ട് ഒട്ടികമേ ആക്കിയുണ്ടെങ്കിൽ ഇത് തന്നി കൂതിട്ട് ആ തന്നിയെല്ലാം അവന് കുടിക്കോ കൊടുക്കാം. അഞ്ചാമത്തെ ചൊല്ലി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ വലിയ പരിഹാരമായിട്ടിക്കടെ. സൂറത്തുൽ ബഖറ ഓതിര ഒത്തുലു ഷെയ്ത്താൻ്റെ ഉപദ്രവം ഉണ്ടാവലായിട്ട് ഷെയ്ത്താനെ കടക്കലായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നതായിട്ടിക്കടെ. അപ്പോൾ ഒരു 2-4 കുടുംബത്തുകൊരു ബഖറ സൂറത്ത് ഓതിട്ട് അവനക്ക് ഊത. അതേപോലെ ആറാമത്തത് അള്ളാഹുടെ പഠിച്ചോണ്ടൊരു ഇസ്മായിട്ടിക്കടെ. യാ മാജിദു യാ അള്ളാഹ് ചൊല്ലിക്കത്തെ ഈ ഇസ്മ 333 വട്ട ഓരോ നാൾ ഓതിട്ട് അത് അവനക്ക് എന്താക്കുക അവൻ്റെ തടിക്ക് ഊത. ഏഴാമത്തതും ചൊല്ലത് സൂറത്തുൽ കഹ്ഫായിട്ടിക്കടെ.
ഒരു 44 സൂറത്തുൽ കഹഫ് ഔത്തുൽ ഓത, ഓരോ നാളും അൽ കഹഫ് സൂറത്ത് ഓതിയൽ പിന്നെ അവൻ്റെ ശരീരത്ത് കൂത തന്നി കൂതിട്ട് തന്നി അവന് കൊടുക്കുക. അതേപോലെ ഇങ്ങനെ ചുമ പരിഹാരമായിട്ട് ഇക്കടെ മഹാന്മാർ പഠിപ്പാടി തന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും യാറത്തിൽ നിങ്ങൾക്ക് വേണോണ്ട് കണ്ടെങ്കിൽ അതേ വിഷയത്തിൽ അറിയണോണ്ട് ഇന്നേന് കണ്ടെങ്കിൽ അപ്പം എൻ്റെ ഈ ഓരോ നമ്പർക്ക് നിങ്ങൾ കോൺടാക്റ്റ് ആവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ ഫോൺ വിളിച്ചെങ്കിൽ എപ്പോഴും ഞാൻ കിട്ടുന്നില്ല, അതല്ലെങ്കിൽ വാട്സപ്പിലെങ്കിലും മെസ്സേജ് ആക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഷർറിൽ നിന്നിട്ട് അള്ളാഹു നിങ്ങളെ സലാമത്തിലാക്കി തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഷർറിൽ നിന്നിട്ട്, ഷെയ്ത്താൻ്റെ ഷർറ് അതേപോലെ ബാക്കി എല്ലാ ഷർറിൽ നിന്നിട്ട് അള്ളാഹു നിങ്ങളെ സലാമത്തിലാക്കി തരുമാറാകട്ടെ. ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും അള്ളാഹു നിങ്ങൾക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ എല്ലാ രോഗങ്ങളും അള്ളാഹു ഷിഫയാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിബത്ത് നന്നായിട്ട് ഈമാൻ സലാമത്താക്കി മരിക്കും അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.